ഈ വർഷത്തെ പബ്ലിക് എക്സാമിൽ 2 മാർക്ക് ചോദ്യമായിരിക്കും v = ω/r എന്ന് പറഞ്ഞ ഇക്വേഷൻ. അതായത് ലീനിയർ വെലോസിറ്റിയും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം ഡിറൈവ് ചെയ്യാൻ പറയും. 2 മാർക്കിനായിരിക്കും ചോദ്യം ചോദിക്കുക. നിങ്ങൾ വൃത്തിക്ക് ഈ വീഡിയോ കാണുക, എങ്ങനെ ഡിറൈവ് ചെയ്യണമെന്ന് പഠിക്കുക, പരീക്ഷയിൽ എഴുതി കൊടുക്കുക. 2 മാക്സിമം 3 മാർക്കിന് ചോദ്യം ചോദിക്കുക. വളരെ സിമ്പിൾ ഡെറിവേഷനാണ്. ഈ ഡെറിവേഷൻ ചോദിച്ചാൽ നിങ്ങളെല്ലാവർക്കും ചെയ്യാൻ സാധിക്കണം. ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ സാർ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുക. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡെപ്തിലേക്ക് കാര്യങ്ങളിൽ പോകാം. ലെറ്റ്സ് സേ ഈവൻ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. പാർട്ടിക്കിൾ ഇതായിക്കോട്ടെ. ഈ പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ മോഷനിലാണ്. ഈ നിമിഷത്തെ അവൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? ടാൻജൻഷ്യൽ ആയിരിക്കും. ഇതായിരിക്കും അവൻ്റെ വെലോസിറ്റി. കുറച്ച് ഈ സമയത്തെ വെലോസിറ്റി. കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ വെലോസിറ്റി എന്താണ്? ലെറ്റ്സ് സേ അവൻ എന്താണ് ഇവിടെ എത്താൻ ഇരിക്കുക. അപ്പോൾ അവൻ്റെ വെലോസിറ്റി എങ്ങോട്ടായിരിക്കും? അവൻ്റെ വെലോസിറ്റി അവിടുത്തെ ടാൻജന്റ് അവിടെ ജസ്റ്റ് ഒരസി പോകുന്ന ലൈന് ഒരസി പോകാനേ പാടുള്ളൂ സാർ, അങ്ങനെ ഒന്നും പോകാൻ പാടില്ല. 2-3 സ്ഥലത്ത് വരാൻ പറ്റില്ല. ഇതായിരിക്കും ഇവിടുത്തെ വെലോസിറ്റി. അപ്പോൾ അവൻ്റെ വെലോസിറ്റി ഇങ്ങനെ മാറി മാറി കളിക്കണം അല്ലേ? പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല. 30 മീറ്റർ/s 30 മീറ്റർ. ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. ശരി. ഇവിടെ എന്തായിരിക്കും പറഞ്ഞേ? നിങ്ങളൊന്ന് വരച്ച് നോക്കാം. 2 സ്ഥലത്ത് നിങ്ങളൊന്ന് വരച്ച് നമുക്കൊരു ഫീൽ ഇട്ടു. ഇതായിരിക്കും ഇവിടുത്തെ വെലോസിറ്റി. ഓക്കെ, എന്തായാലും അവന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കാര്യം മനസ്സിലാക്കി. 30 മീറ്റർ/s ആണ്. 30 മീറ്റർ/s നിൽക്കും. ഓക്കെ, ഈ സാധനത്തിന് ഈ വീനെ നമ്മൾ വിളിക്കും അവന്റെ ലീനിയർ വെലോസിറ്റി. വി എന്ന് പറഞ്ഞാൽ അവന്റെ ലീനിയർ വെലോസിറ്റി ആണ്. ലീനിയർ വെലോസിറ്റി അതായത് ശരിക്കും അവൻ പോകേണ്ടത് അങ്ങോട്ടായിരുന്നു, പക്ഷെ ആരോ പിടിച്ചു വലിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് സർക്കിൾ കയറണം. അപ്പൊ അങ്ങോട്ട് പോകേണ്ടത് എന്താണ്? അവന്റെ ലീനിയർ മോഷന്റെ വെലോസിറ്റി ആണ് അല്ലേ? അങ്ങോട്ട് അവനെ പോവാൻ ഒരു പ്രവണത ഉണ്ടാക്കി കൊടുക്കുന്ന വെലോസിറ്റി അവന്റെ ലീനിയർ മോഷന്റെ വെലോസിറ്റി അല്ല. അവൻ അങ്ങോട്ട് വിടാൻ വേണ്ടിയില്ല. സർക്കുലർ മോഷന്റെ വെലോസിറ്റി അല്ല, അവനെ ലീനിയർ മോഷനിൽ വിടാൻ വേണ്ടിയില്ല. പക്ഷെ സർക്കുലർ മോഷനിൽ ആരും പിടിച്ച് വലിക്കുന്നതുകൊണ്ട് കറങ്ങാം. അപ്പൊ അതുകൊണ്ടാണ് ലീനിയർ വെലോസിറ്റി എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധിമുട്ടിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ശരി, അങ്ങനെയാണ് നിങ്ങൾ പറ. ലെറ്റ്സ് സേ നമ്മള് ഇവൻ ശ്രദ്ധിക്കും. ഇവൻ ഇവിടുന്ന് ഈ ഒരു പോയിന്റ് ഇവിടേക്ക് എത്തി വിചാരിക്കുക. എവിടേക്ക് എത്തി വിചാരിക്കുക? ഇവിടേക്ക് എത്തി വിചാരിക്കുക. ഓക്കെ, അവിടുന്ന് അവിടേക്ക് എത്തി. എവിടുന്ന് എവിടേക്ക് എത്തി? ഇവിടുന്ന് ഇവിടേക്ക് എത്തി. ഓക്കെ, ശരി, ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം അവനൊരു ആംഗിൾ കവർ ചെയ്തിട്ടുണ്ടാവല്ലോ. അവരുടെ ആംഗിൾ ഉണ്ടാക്കിയില്ലേ? ഈ ആംഗിൾ അതിനെ നമുക്ക് ഡി തീറ്റ എന്ന് വിളിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഡെൽറ്റ തീറ്റ, ഡി തീറ്റ. ചെറുതാണ് ഡി തീറ്റ ആയിരിക്കും. ചെറുതാന്ന് വിചാരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം എനിക്ക് വരയ്ക്കുമ്പോൾ എന്ന് വേണമെങ്കിൽ, പക്ഷെ ചെറുതായിക്കോട്ടെ, സൂം ഔട്ട് ചെയ്യാം, എന്നിട്ട് ചെറുതാക്കാം. ഓക്കെ, ഡി തീറ്റ എന്ന് പറഞ്ഞാൽ ചെറിയ ആംഗിൾ ഉണ്ടാക്കി. അതിന് നമ്മൾ അവന്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കും. ഓക്കെ, അത് കുറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആകെ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം നിങ്ങൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എഴുതി വെച്ചേക്കാം. ഡി തീറ്റ എന്ന് പറഞ്ഞാൽ അവന്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, അത്ര ആംഗിൾ ഉണ്ടാക്കി. ഓക്കെ, ശരി. ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവന്റെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് എന്തായിരിക്കും സാർ? എന്തായിരിക്കും ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്? നമ്മുടെ ഇവിടുന്ന് ഇവിടേക്കല്ലേ പോയി സാധാരണ ഡിസ്പ്ലേസ്മെന്റ്. ഇനീഷ്യൽ പോർഷൻ ഫൈനൽ പോർഷനിലെ സാധാരണ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, DS എന്ന് വിളിക്കാം. ഇതാണ് നമ്മുടെ DS. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. 2 സെയിം അല്ല. ഇത് ആംഗിൾ ആയിരിക്കും, മറ്റേത് ലീനിയർ ആയിരിക്കും. നമ്പർ എന്ന് പറഞ്ഞാൽ മീറ്റേഴ്സിലായിരിക്കും ഉണ്ടാവും. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി, അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് അതായത് DS / DT എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ലീനിയർ വെലോസിറ്റി ആയിരിക്കും B. അതേസമയം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് / ടൈം എന്തായിരിക്കും? ആംഗുലർ വെലോസിറ്റി ഒമേഗ ആയിരിക്കും. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? എടോ DS/dt എടുത്താൽ നിങ്ങൾക്ക് ഈ V തന്നെ കിട്ടാൻ പോലെ. ഓക്കെ, ലീനിയർ വെലോസിറ്റി കിട്ടും. പക്ഷെ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ dθ/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഇറ്റ് ഇസ് കോൾഡ് ആംഗുലർ വെലോസിറ്റി വിച്ച് ഇസ് ഒമേഗ. സോ ദിസ് ഒമേഗ എസ് എന്താണ്? ഈ ഒമേഗനെ നമ്മൾ എന്ത് വിളിക്കും? ആംഗുലർ വെലോസിറ്റി ആണെന്നുള്ള കാര്യം ഓർത്തുക. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ആംഗുലർ വെലോസിറ്റി ആംഗിൾ എത്ര പെട്ടെന്നാണ് ചേഞ്ച് ചെയ്യാൻ അല്ലേ? ആംഗിൾ എത്ര പെട്ടെന്ന്. അവന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ആണ്. സോ റേഡിയൻ ആയിരിക്കും യൂണിറ്റ്. റാഡ് ഇതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആയിരിക്കും. സോ റാഡ് പെർ സെക്കൻഡ് ആയിരിക്കില്ലേ അവന്റെ മൊത്തത്തിൽ യൂണിറ്റ്? റാഡ് പെർ സെക്കൻഡ് ആയിരിക്കില്ലേ മൊത്തത്തിൽ യൂണിറ്റ്? തീർച്ചയായിട്ടും റാഡ് പെർ സെക്കൻഡ് ആയിരിക്കും. റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും ഒമേഗയുടെ യൂണിറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒമേഗ ആണ് dθ/dt. ലീനിയർ വെലോസിറ്റി എന്നാണ് DS/dt. ഓക്കെ, ക്ലിയർ ആണ്? ഇനി ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. ഒമേഗയും ഈ ലീനിയർ വെലോസിറ്റിയും അതേപോലെ ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധമുണ്ട്. ഇതെന്താണ് ലീനിയർ വെലോസിറ്റി? ദിസ് ഇസ് ലീനിയർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധമുണ്ട്. വളരെ സിമ്പിൾ ബന്ധമാണ്. ആ ഡിറൈവ് ചെയ്യാൻ പരീക്ഷ ചോദിക്കുകയും ചെയ്യും. ഓക്കെ, എങ്ങനെ ഡിറൈവ് ചെയ്യാം? ഈ ട്രയാംഗിൾ തന്നെ ഡിറൈവ് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഒരു dθ ഉണ്ട്, ഒരു DS ഉണ്ട്. ആ ട്രയാംഗിൾ നമുക്കൊന്ന് സൂം ചെയ്ത് വരച്ചാലോ?
ഓക്കെ, സർക്കിളിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ട്രയാങ്കിൾ കേട്ടോ, മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഒരു DS ഉണ്ട് അല്ലേ, ഇതെന്താണ് നമ്മുടെ DS ആണ്. ഇതല്ലേ സംഭവം. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ആർക്കാണുള്ളത്, ഇവിടെ ഒരു ആർക്കാണുള്ളത്. പക്ഷെ ആർക്ക് നമ്മൾ എന്തായിട്ട് എടുക്കുക, ആർക്കും ആ DS ഏതാണ് സെയിം ആയിട്ട് എടുക്കും. ഓക്കെ, ബേസിക്കലി ആർക്കിന്റെ ലെങ്ത്തും DS-ന്റെ ലെങ്ത്തും സെയിം ആണ്. ഗിവൺ എന്താണ്, DS വളരെ ചെറുതാണ്. നിങ്ങൾ അത് വെച്ച് ഭയങ്കര ചെറുതാണ് വിചാരിക്കുക, ഇത്രേ ഉള്ളൂ വിചാരിക്കുക. അപ്പൊ അവിടെ ആർക്കിന്റെ ലെങ്ത്തും ഈ വരേന്റെ ലെങ്ത്തും ഒക്കെ സെയിം ആയിരിക്കില്ലേ. അപ്പൊ അത്രയും ചെറുതാണെന്നുള്ള അസംഷനിലാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് d θ. ഓക്കെ, ശരി. അങ്ങനെയാണ് നിങ്ങൾ പറയുക ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും, ഇതെന്തായിരിക്കും, റേഡിയസ് ഓഫ് സർക്കിൾ. ശരിയല്ലേ, ഇതൊക്കെ എന്താണ് ഈ ഡോട്ടഡ് ലൈൻ വെച്ച് കാണിച്ചിരിക്കുന്നത്, റേഡിയസ് ഓഫ് സർക്കിൾ. ശരി, അങ്ങനെ ഇവർ തമ്മിൽ ബന്ധം എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് പഠിച്ചപ്പോൾ പ്ലെയിൻ ആംഗിളിന്റെ ഫോർമുല d θ is equal to ആർക്ക് ലെങ്ത് ds ഡിവൈഡ് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആയിരിക്കും എന്ത്, പ്ലെയിൻ ആംഗിളിന്റെ ഫോർമുല. d θ is equal to ആർക്ക് ലെങ്ത് അല്ല ശരിക്കും ഇത്, പക്ഷെ ചെറുതാകുമ്പോൾ ആർക്ക് ലെങ്ത് അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും, ഈ ആർക്കിന്റെ ലെങ്ത്തും ആ ലൈനിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. 100% സെയിം ആയിരിക്കും. വളരെ ചെറുതാകുമ്പോൾ, വളരെ 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 ചെറുതാകുമ്പോൾ. അപ്പോൾ അതൊക്കെ d θ ഒക്കെ വർക്ക് ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾ പറയുക ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും, ds is equal to r into d θ. ശരിയാണോ? ശരിയാണ്. ഇനി ഡിവൈഡിങ് ബൈ dt നമുക്ക് എന്ത് കിട്ടും, ds by dt is equal to r into d θ by dt എന്ന് കിട്ടുമോ? കിട്ടും. ഇനി ആലോചിച്ച് നോക്ക്, ds by dt എന്ന് പറഞ്ഞാൽ എന്താണ്, ds by dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, ലീനിയർ വെലോസിറ്റി ആണ്. d θ by dt എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്, ആംഗുലർ വെലോസിറ്റി ആണ്. സോ ds by dt is വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി ഇൻറ്റു r ഇൻറ്റു d θ by dt എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്, ആംഗുലർ വെലോസിറ്റി. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒറ്റയടിക്ക് കിട്ടി, പരിപാടി തീർന്നു. ക്ലോസ്. v is equal to r ഒമേഗ. v എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി, r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്. ക്ലിയർ, കഴിഞ്ഞു. v is equal to r ഒമേഗ, ബൈഹാർട്ട് പഠിക്കുക, പരിപാടി തീർക്കുക. കഴിഞ്ഞല്ലോ. ഒമേഗ എന്ന് പറഞ്ഞാൽ d θ by dt which is angular velocity, v എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി which is ds by dt. പരിപാടി തീർത്തു. ഓക്കെ, അപ്പോൾ ഒറ്റ ട്രയാങ്കിളിൽ പരിപാടി ചെയ്യാം. പരീക്ഷ ചോദിക്കും ഈ ഇത് വലിയ സർക്കിൾ വരയ്ക്കുക. വലിയ സർക്കിളിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഓൾറെഡി ഉണ്ട് സാധനങ്ങൾ നോക്കിയേ, ds d θ ഒറ്റയടിക്ക് തീർക്കുക കേട്ടോ. ഇത് എഴുതി വെക്കുക, പരിപാടി തീർക്കുക. dt വെച്ച് ഡിവൈഡ് ചെയ്യുക. v is equal to r ഒമേഗ, ബൈഹാർട്ട് പഠിക്കുക. വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. ഇത് ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ഇനി വരുന്ന സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ട സാധനമാണ് കേട്ടോ. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല.